മലയാളികൾ എല്ലാവരും തന്നെ പ്രാർത്ഥനയോടെ കോഴിക്കോട് സ്വദേശി അർജുന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ്. കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് അകപ്പെട്ട കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് രാവിലെ 5:30 പുനരാരംഭിച്ചു. വെള്ളിയാഴ്ച രാത്രി 9 മണിക്ക് തെരച്ചിൽ നിർത്തിവെക്കുകയാണ് എന്ന് ജില്ലാ കളക്ടർ അറിയിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച രാത്രി രക്ഷാപ്രവർത്തനം നടത്താൻ വലിയ ലൈറ്റുകൾ അടക്കം കൊണ്ടുവന്ന പ്രദേശത്ത് സജ്ജമാക്കിയിരുന്നു. കനത്ത മഴയെ അവഗണിച്ചും തെരച്ചിൽ അല്പസമയം കൂടി തുടരുകയും ചെയ്തു. എന്നാൽ മേഖലയിൽ അതിശക്തമായ മഴ പെയ്യുന്നതിനാൽ കൂടുതൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടായെന്നും അതുകൊണ്ട് തന്നെ തെരച്ചിൽ നിർത്തിവെക്കുകയാണ് എന്നും കളക്ടർ അറിയിച്ചു. ശനിയാഴ്ച അതിരാവിലെ മുതൽ തെരച്ചിൽ തുടരുമെന്നാണ് കളക്ടർ അന്നേരം അറിയിച്ചത്. പുലർച്ചെ 5:30 തെരച്ചിൽ നടപടികൾ ആരംഭിച്ചു. റഡാർ ഉപയോഗിച്ചായിരിക്കും തെരച്ചിൽ നടത്തുക. ബംഗളൂരുവിൽ നിന്ന് റഡാർ ഡിവൈസ് എത്തിക്കാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട്. വളരെ ആഴത്തിലുള്ള വസ്തുക്കൾ വരെ കണ്ടെത്താൻ കഴിയുന്ന റഡാറാണ് അപകടം നടന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരിക. രാവിലെ തന്നെ റഡാർ ഉപകരണം സ്ഥലത്ത് എത്തിക്കാനാണ് ശ്രമം. ലോറിയുള്ള സ്ഥലം ഈ റഡാർ വഴി കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ ദിശ നോക്കി മണ്ണെടുപ്പ് നടത്തും. കോഴിക്കോട്ടെ വീട്ടിൽ അർജുനു വേണ്ടി കണ്ണീരോടെ അതിലേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആ കുടുംബം. രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിന്റെ സഹായം തേടണമെന്ന് അർജുന്റെ ഭാര്യ സഹോദരൻ ജിതിൻ ആവശ്യപ്പെട്ടിരുന്നു. കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തെരച്ചിലിൽ തൃപ്തരല്ല എന്ന് കുടുംബം പറഞ്ഞു. ഇന്നലെ രാത്രി തന്നെ അർജുനെ കണ്ടെത്താനാവുമെന്നായിരുന്നു പ്രതീക്ഷ. കാര്യമായ തെരച്ചിലൊന്നും അവിടെ നടക്കുന്നില്ല. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നില്ല. 17-ാം തീയതിയും രാവിലെയും ഉച്ചയ്ക്കുമെല്ലാം അവിടെ നിന്ന് പോയവർ പോലീസിനോട് ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും കേസെടുക്കാൻ തയ്യാറായില്ല എന്ന് അർജുന്റെ സഹോദരി പറഞ്ഞു. അതേസമയം മലയാളിയായ ലോറി ഡ്രൈവർ അർജുൻ കുടുങ്ങിയ സംഭവത്തിൽ പ്രതികരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തി. രക്ഷാപ്രവർത്തനത്തിന് ദുരന്ത നിവാരണ സേനയെ എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല എന്ന് മനസ്സിലാകുന്നില്ല എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നമുക്ക് ദുരന്ത നിവാരണ സേനയുണ്ട്. അത് വെള്ളപ്പൊക്കമോ കടൽക്ഷോഭമോ വരുമ്പോൾ മാത്രം പ്രവർത്തിക്കേണ്ടവയല്ല. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ കൊണ്ടുവരാൻ സാധിക്കണം. ഇത് എന്തുകൊണ്ട് നടന്നില്ല എന്ന് മനസ്സിലാകുന്നില്ല. അത് അന്വേഷിക്കണം. ഇക്കാര്യത്തിൽ കേരള സർക്കാരിനെ തീർത്തും കുറ്റം പറയാൻ കഴിയില്ല. കാരണം അത് നമ്മുടെ പരിധിയല്ല. അവർ അതിനുവേണ്ടി ശ്രമിക്കുന്ന ആർജവമാണ് പ്രധാനം. ആ ആർജവം കാട്ടിയിട്ടുണ്ട് എങ്കിൽ ഇത് നടക്കേണ്ടതാണ്. എന്നിട്ടും എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ളതിന് വിലയിരുത്തൽ ഉണ്ടാകണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മണ്ണിടിച്ചിലിൽ കുടുങ്ങിയെന്ന് സംശയിക്കുന്ന കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറി മണ്ണിനടിയിലാണ് എന്നാണ് സൂചന. ലോറിയിൽ നിന്നുള്ള GPS സിഗ്നൽ അവസാനമായി ലഭിച്ചത് മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്തു നിന്നാണ് എന്നതാണ് സംശയത്തിന്റെ കാരണം. അർജുനെ കാണാനില്ല എന്ന് ബന്ധുക്കൾ രക്ഷാപ്രവർത്തകരെ അറിയിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിലുണ്ടായി 3-ാം ദിവസവും തെരച്ചിൽ തുടരുകയാണ്. ഒരു കുടുംബത്തിലെ 5 പേരുടെ ഉൾപ്പെടെ 10 മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തെടുത്തിരുന്നു. ഇതിനിടെയാണ് അർജുനും അപകടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന ആശങ്ക ഉയരുന്നത്. എന്തായാലും അർജുൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലും വിശ്വാസത്തിലും കാത്തിരിക്കുകയാണ് ഒരു കുടുംബം.